ഇറച്ചിക്കാരൻ കോയാന്റെ മോൻക്ക് ആ നാട്ടിൽ തന്നെ വലിയ തറവാട്ടുകാരായ അംസക്കുട്ടിയുടെ മോനോടൊരു ഇഷ്ടം ചെറുതിലേ ഉണ്ടായിരുന്നു. ഒരുമിച്ച് പഠിച്ചും കളിച്ചും വർഷങ്ങൾ കഴിയുന്തോറും രണ്ടുപേർക്കും പരസ്പരം പിരിയാൻ പറ്റാത്ത അവസ്ഥയിലായി. മോൻക്ക് കല്യാണപ്രായമൊക്കെ ആയപ്പോ കോയ മോനെയും കൂട്ടിയിട്ട് അംസക്കുട്ടിന്റെ വീട്ടിൽ പെണ്ണ് ചോദിക്കാൻ പോയി. നിരാശയിൽ തിരിച്ചു വരേണ്ട അവസ്ഥയായിരുന്നു അന്ന് അവർക്ക് ഉണ്ടായത്. പിറ്റേ ദിവസം ഇറച്ചി വാങ്ങാൻ വേണ്ടി കോയാന്റെ കടയിലെത്തിയവരിൽ നിന്നാണ് നിരസിച്ചതിന്റെ കാരണം കോയാക്ക് പിടികിട്ടിയത്. അവര് വലിയ പത്രാസും തറവാട്ടുകാരൊക്കെ അല്ലേ, നിങ്ങൾ ഇറച്ചി കെട്ടുകാരായോണ്ടേ അവരെ പത്രാസിന് അങ്ങോട്ട് ചേരില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. ഞാൻ തെക്ക് എടുക്കാന്നുണ്ടെങ്കിൽ എന്റെ കുട്ടി വടക്കല്ലേക്ക് എടുക്കുന്നത്, ഓൻ പഠിച്ചെന്ന് വലിയ ഡിഗ്രി ഒക്കെ നേടിയില്ലേന്ന് കോയാടെ മറുപടി. കാര്യങ്ങളൊന്നും വിചാരിച്ച പോലെ നടക്കാത്തോണ്ട് തന്നെ കോയാന്റെ മോനും ഹോസ്റ്റലിലേക്ക് തിരിച്ചുപോയി. കോയാന്റെ മോനും അംസക്കുട്ടിയുടെ മോളും കോയമ്പത്തൂരുള്ള കോളേജിലെ ഹോസ്റ്റലിലാണ് ഇപ്പോഴും നിന്ന് പഠിക്കുന്നത്. മോന് ഹോസ്റ്റലിൽ പോകുമ്പോഴേ കോയ അവിടെ ബീഫൊന്നും നല്ലത് കിട്ടാത്തോണ്ട് തന്നെ ഇവിടുന്ന് ബീഫ് അച്ചാറിട്ട് കൊടുക്കല് പതിവാണ്. ഒരു ദിവസം പെട്ടെന്ന് ലീവ് കിട്ടിയപ്പോഴേ നാട്ടിലേക്ക് വരുമ്പോഴേ പെട്ടി പാക്കിങ്ങിനിടയ്ക്ക് ഇവളറിയാതെ ഈ അച്ചാറും കുപ്പും ബാഗിനടുത്ത് വീട്ടിലെത്തിയപ്പോ ആദ്യം കഴിച്ചത് ഇത് ഇവളുടെ വാപ്പയാണ്. അച്ചാറും കുപ്പി കാലിയാക്കിയതും അംസക്കുട്ടിയാണ്. മൂപ്പരിത് ആസ്വദിച്ച് കഴിക്കുന്നതിനിടയ്ക്ക് മോളൊരു പണി കൊടുത്തു. ഇത് കോയാക്കാന്റെ വീട്ടിലത്തെയാണ്. ഉച്ച നേരം തല താഴ്ത്തിരുന്ന അംസക്കുട്ടി പിന്നെ പറഞ്ഞതേ അവരോട് നാളെ പെണ്ണ് കാണാൻ വരുമെന്നാണ്. അങ്ങനെ അലോഹിയുള്ള കോയാന്റെ വീട്ടിൽ നിന്ന് അംസക്കുട്ടി ലോഹയും കൂടി. അപ്പൊ എങ്ങനെ ബീഫ് അച്ചാറിന്റെ രുചി നിങ്ങൾക്കൊന്നും അറിയണേ വേണമെന്നുണ്ടെങ്കിൽ ഈ കൊടുത്ത നമ്പറിൽ വാട്സപ്പിൽ ഓർഡർ ചെയ്താൽ മതി. അപ്പൊ എങ്ങനെ എനിത്തെ പോലെ നമ്മളെ ഫോളോ ചെയ്യാൻ മറക്കണ്ട.